അതിട്ടിട്ടുണ്ടല്ലോ നമ്മളിന്ന് കായലിലെ ഏറ്റവും ടേസ്റ്റുള്ള മീനാണെന്ന് അറിയാൻ പോണത്. ഏറ്റവും ടേസ്റ്റുള്ള മീനാ? അപ്പോൾ നീ നേരത്തെ പറഞ്ഞത് കളഞ്ചി എന്നാണ്. നേരത്തെ കളഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടോ വീഡിയോ? അത് ഞാൻ ഇടയ്ക്ക് മാറ്റിയൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അയ്യോ, ഇവൻ തിരുതേണ ടോപ്പ് മീൻ. തേക്കൂട്ട ഇങ്ങോട്ട് വന്നേക്ക്, ഇവിടെ വന്നേക്ക്. ഈ കായലിലെ ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകണം കേട്ടോ മച്ചാൻ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് ടേസ്റ്റുള്ള മീനാണ് കുമ്പാരി പറഞ്ഞാൽ ഇതല്ല കളഞ്ചിയാണെന്ന്. ഏതാണ് അല്ലേ? അത് ഇടയ്ക്ക് ഞാൻ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാളാഞ്ചി നല്ല അല്ല, കാളാഞ്ചി നല്ല മീനാണ് കേട്ടോ. തിരുതേ കാളാഞ്ചി പിന്നെ പ്രഡേറ്റർ ഫിഷുകളായതുകൊണ്ട് ടേസ്റ്റ് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇവൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും സോഫ്റ്റ് മീറ്റുള്ള മീൻ തിരുതയാണ് അല്ലേ? പിന്നെ അത് മാത്രമല്ല വൈറ്റ് ഇത് തന്നെ മീനുകളിൽ ഏറ്റവും വൈറ്റുള്ള വേറെ മീനുണ്ട്, കുറേ മീനുണ്ട്. എന്നാലും ഏറ്റവും കണമ്പ് ഇതിൻ്റെ ചെറുതാണ്. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ വൈകുന്നേരം പിടിച്ച മീനാണ്, ഇന്നാണ് കുക്ക് ചെയ്യണത്. അതിനിടയ്ക്ക് ഒരു പുള്ളിക്കാരൻ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്നവിടെ തേജ് UK നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ നടന്നവനേക്ക് കുറച്ച് ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോട്ട് ഓഫ് ചെളി മാൻ എന്ന് പറയാനുണ്ടായിരുന്നു. കണ്ട ആഫ്രിക്ക കിടക്കണവർക്ക് ആഫ്രിക്കക്കാർക്കൊക്കെ ചെളിയാണ്. അവിടെ കിടക്കണതിനൊക്കെ ചെളിയോട് ചെളിയാണ്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ചെളിക്ക് വണ്ടി വെള്ളത്തിൽ കിടന്ന് മെഴുകിയവന്മാരാണ് അവനൊക്കെ ചെളി അല്ലേ ഇവര്. അപ്പോൾ തള്ളണില്ല. ഇതേ സംഭവം നമ്മൾ ഇന്ന് ഈ തിരുതേന നല്ല കിടിലൻ ഒരു മസാല വെച്ചിട്ട് കറിയാക്കാൻ പോണേ. അങ്ങനെ പറയല്ലേ? പിന്നെ അല്ലാണ്ട് നമുക്ക് അങ്ങനെ ആയുധത്തിലൊന്നും കാര്യമില്ല. എൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധമൊന്നും വേണ്ട, കുക്ക് ചെയ്യാൻ അല്ലേ റോഷ? വേണ്ട, വാലയായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടും നമ്മൾ ഒറ്റ വെട്ട് വേണ്ട. തെങ്ങ് മുറിഞ്ഞു പോയി ഇടാൻ ഭാഗ്യം. വലിയ മൂർച്ചയുള്ള തടിയുള്ള എല്ലില്ലെന്ന് തോന്നട്ടെ ഇവന്. വീട്ടിൽ തെങ്ങണ്ടാന്ന് ചോദിക്കണം. ചട്ടി വെച്ചിട്ടുണ്ട് പെട്ടെന്നുള്ള ഒരു കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഈ നല്ല മഴയായിരുന്നു രാവിലെ, ഇന്നലെയൊക്കെ നല്ല മഴ. ഇന്ന് ഇച്ചിരി തുറന്നു നിൽക്കണ്ടല്ലേ വെച്ചത്? മറ്റേ പുട്ട് കുഴച്ചിട്ട് സമ്മതിച്ചില്ല. മറന്നുപോയ എൻ്റെ മച്ചാൻ പറഞ്ഞു, നിങ്ങൾ പറയണ പോലെ ഒന്നുമല്ല. ഇവൻ്റെയൊക്കെ തള്ളു മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല ഇവരവിടെ വീട്ടിൽ അലക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ. അയ്യോ, റോക്കറ്റ് പോലെ പോയത്. നമ്മൾ കടുക് ഇട്ട് കൊടുക്കണേ കേട്ടോ. കടുക് പൊട്ടിയിട്ട് വേണം ഉലുവ ഇടാനായിട്ട്. ഉലുവ പൊട്ടിച്ചതിന് മുമ്പ് അരിഞ്ഞ മുമ്പ് അതിട്ട് കുഴപ്പമില്ല. പൊട്ടിട്ട് ഇട്ടാൽ മതി. രണ്ട് തക്കാളി മതി. അതിപ്പോൾ തക്കാളി ഇടൂടാ. തക്കാളി നമ്മൾ സമയം കളയണല്ല. ഈ ഇവൻ പറയണത് വിട്ടെ, തേജു പറയണത് ഇപ്പോൾ വന്ന് അവൻ പ്രൊഫഷണൽ കുക്കായി മാറിയേക്കണെന്നുള്ള. ഓക്കെ, നമ്മൾ ചട്ടിയുടെ കാര്യം പറഞ്ഞിരിക്കണായിരുന്നു മച്ചാന്മാരെ. ഇത് ഇട്ടോട്ടെ ഞാനകത്തേക്ക്. അപ്പോൾ ഈ തക്കാളി കൂടി ഇട്ട് ഇളക്കിക്കും, അപ്പോൾ കരിയലല്ല. ഇപ്പോൾ ഇവനെ കഴിഞ്ഞ പ്രാവശ്യം തേജു ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ഈ ചട്ടി കൊണ്ടുവരുന്നുണ്ടായിരുന്നു കുക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ഫ്ലൈറ്റിൽ വെച്ച് പൊട്ടിയിട്ട് ഒരു ചട്ടിക്ക് 50,000 രൂപ അവന് ക്ലെയിം കിട്ടിയെന്ന് പറയണം. അപ്പോൾ ഈ പ്രാവശ്യം ഇവനെ കൊണ്ടുപോകാൻ പോണത് ഒരേന്ന് പൊട്ടി അവിടെ പോയി പണിയെടുക്കാണ്ട് ജീവിക്കാമെന്ന്. അത് നല്ലൊരു ഐഡിയ ആണല്ലേ സംഭവം. പക്ഷെ നമുക്ക് ഇനി നമ്മൾ ആ നേരത്തെ പുളി ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ സംഭവം അല്ലെ സമയം എടുക്കും. പുളി ഇരിക്കട്ടെ. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ കറിയിൽ ചേർക്കണം. ഇതിൻ്റെ മാസ്റ്റർ പീസാണ്. തീച്ചിട്ട് കുറച്ചോട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ കറി ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. ഇതിനകത്ത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വാട്ടി നമ്മൾ തേങ്ങയായിട്ട് അരച്ചിട്ട് വന്നേക്കണേണ്. ഇതിങ്ങനെ പതുക്കിനകത്ത് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് അങ്ങോട്ട് കിടന്ന് തിരുത് അങ്ങാട് കുമ്പരി അഞ്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. പാത്രം കഴിയ വെള്ളം കേട്ടാ. അതല്ല അരപ്പിട്ട് കഴിയത്, അതും കൊള്ളാം. പിന്നെ പാത്രം കഴുകാത്തതാണ്. അയച്ചിട്ട് ഒഴിച്ചു. ആ മതി.
ആ ഇത് ഇത് ഇപ്പം തന്നെ കുറി കിടക്കണം, ഇച്ചിരി വെള്ളം ചേർക്കണം, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കണം, അല്ലെങ്കിൽ ഇതായി പോകും, തിളവരിയല്ല. വെള്ളം എടുക്കും. മീനില്ലല്ലോ വേറെ രണ്ടെണ്ണം പിടിക്കേണ്ടി വരും. കുമ്പാരി ആ കരിമീനെ കൂടി എടുത്തോ, വെട്ടിക്ക് വരാത്ത ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. കുമ്പാരി ഓടി വന്ന് ഇളക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ഫുഡും നശിപ്പിക്കണം ഇവനായിരിക്കും എപ്പോഴും. അല്ല, ഇവൻ ആക്രാന്തം വരും ചില സമയത്ത്. ഇല്ല, താളിപ്പം ആദ്യം ചെയ്ത്. ഇല്ല, ഇനി ഉള്ളി അത് ശരിയാണ്, താളിച്ചാലോ. പക്ഷെ നമ്മൾ അല്ല, അതല്ല, ഇവന് വീഡിയോ നമ്മുടെയൊക്കെ കാണണുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ശരിക്കും ഈ കുക്കിംഗ് വീഡിയോ ചെയ്യണത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നീയൊക്കെ അവിടെ പോയി വല്ലതും കഴിച്ച് ജീവിക്കട്ടില്ലായിരുന്നു. ഉപ്പ് മതി. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടാൽ പിന്നെ വേറെ ഒന്നും ഇടാറില്ല. മൂടി വെച്ച് നീ കൊന്നിട്ട് കൂടുതൽ വർത്താനം പറയാണ്ട്. വർത്താനം പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതേവിടെ തിളച്ച് മറിയണം. ഈ പരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ മീനങ്ങോട്ട് ഇടുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുക. ഇതുണ്ട മുമ്പരേ കറി എങ്ങനെയുണ്ട്? കണ്ടിട്ട് നല്ല രസമില്ലേ? തിന്നുമ്പോൾ ഇതിന് സൂപ്പറായിരിക്കും. ആയാൽ മതിയായിരുന്നു. അയ്യോ, ഇത് ഇച്ചിരി താത്തി ഇടണം തല. വെക്കണ്ടോ? അത് ആവശ്യമില്ല. ഓക്കെ. ഇനി അധികം കിടന്ന് കളിക്കാൻ പാടില്ല ഈ കറി വെച്ചിട്ട്. ഇനി ഒരു 10 മിനിറ്റ് കേട്ടോ. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും സംഗതി സെറ്റ് ആവും. ആവും. ടൈം നോക്കിയാ? അല്ല, 15 12 മിനിറ്റ് എടുത്തോ. അല്ലാതെ വെച്ചോ. 1:45 വെക്കണം. അപ്പം ഞാനൊരു വല വീശാനായിരുന്നു. തൊണ്ട് കളയാൻ പറ്റില്ലട്ടാ. തൊണ്ടും കൂട്ടിയിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അയ്യോ, തൊണ്ടിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പൊളിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ്. തൊണ്ട് കളഞ്ഞോ? ചെമ്മീൻ വെന്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ്. എന്തായാലും കൂടുതലുണ്ട്. അപ്പോൾ 3 ചെമ്മീനെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ചെമ്മീൻ്റെ ഒരു ഫ്ലേവറും കൂടി കയറും അതിനകത്തോട്ട്. അങ്ങനെയുണ്ട് സംഭവം. അയ്യോ, വിടക്കല്ലേ. രണ്ടും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് കോംപ്ലിമെന്റ്സ് ആയാലേ. കൂരിയില്ലേടോ? കൂരി അതിനകത്ത് കിടപ്പുണ്ട്. അതിന് വെട്ടിത്തേ ചാരെടുക്കാൻ നീട്ടി വെക്കുക. ചെമ്മീൻ പെട്ടെന്ന് വേവില്ലടാ. നീ ഇപ്പം തന്നെ കളർ മാറി. ഇച്ചിരി വേപ്പില കൂടി ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ പരിപാടി അവസാനിപ്പിക്കണേ. മതി. നമ്മൾ കറി ഇറക്കാൻ പോണേ. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കണാണ് കറി. ഇപ്പം അത് നശിപ്പിക്കലടാ. ആ സാധനങ്ങൾ വെക്കണം. വെന്ത് കുടഞ്ഞ് തല. ഞങ്ങൾക്ക് നടുവർക്ക് മതിയില്ല. അല്ല, തല തിന്നാനായിട്ടല്ലേ പിള്ളേർ. ഇതാണ് സൗകര്യം തീരെ കുറവാണ് കേട്ടോ. ശരിക്കും ഒരാൾക്കുള്ള മാടമാണ് ഇത്. ഇപ്പോൾ ഇവന്മാരെല്ലാവരും കൂടി കയറിയെന്ന് എൻ്റെ മാട നശിപ്പിച്ച്. നല്ല കിടിലൻ തിരുതക്കറി. തിരുതൊക്കെ ടേസ്റ്റ് ഉണ്ടോടാ? തിരുത നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പില്ലെന്നാരാ പറഞ്ഞ ടേസ്റ്റ്? ഉപ്പൊക്കെ എൻ്റെ ഉപ്പ് ഇത് മതി, എനിക്ക് ഇത്രയും മതി. കുമ്പാരിൻ്റെ അടുത്തേ. കുമ്പാരി നമ്മുടെ കുമ്പാരി ടേസ്റ്റ് എങ്ങനെയുണ്ട്? കുമ്പാരി പറ. തിരുത എങ്ങനെയുണ്ട്? നീ അല്ലേ പറഞ്ഞ കാളാഞ്ചിയാണ് ടേസ്റ്റ് കൂടുതലെന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലേ? അപ്പം അങ്ങനെയല്ല ഏട്ടാ. കാളാഞ്ചി നല്ല മീനാണ്, തിരുതി കായലിലെ നല്ല മീനാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നല്ല മീൻ തന്നെയാണ്. പിന്നെ കരിമീനൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ വേറൊരു സംഭവം വെച്ചാൽ എനിക്ക് തോന്നുന്നത് തിരുതായിരിക്കും കൂടുതൽ വളർത്തിയെടുക്കാൻ പാടുള്ള മീനെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാര്യം കാളാഞ്ചിനെയൊക്കെ കുറച്ചുകൂടി ഫാമിങ് ചെയ്യാൻ പറ്റും. പക്ഷേ തിരുതേനെ അത്രയും നല്ല രീതിയിൽ നമ്മൾ കുറേ കുഞ്ഞുങ്ങളൊക്കെ മേടിച്ചിട്ടാലും നല്ല രീതിയിൽ പിടിച്ച് കിട്ടണമെന്നില്ല. ഇവിടെ സെബി മച്ചാൻ വന്നിട്ടുണ്ട്, മെയിൻ കൃഷിക്കാരൻ. വലിയ ലക്ഷമുണ്ടോ? ഉള്ളതാണ് പറയണത് ഞാൻ. അപ്പം പിന്നെ തേജുവിനോട് പിന്നെ ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവൻ തിരുത കണ്ട കാലം പറഞ്ഞു. ഇവനോട് ആന്ധ്രാപ്രദേശിലെ തിരുതയൊക്കെ എക്സ്പോർട്ട് ചെയ്യണത് കഴിച്ചിട്ട് കൊണ്ടിട്ട് അവന് ടേസ്റ്റ് പിടിക്കാനായിട്ട് ചാൻസ് ഇല്ല.
കപ്പയൊക്കെ തീർത്താ പണ്ടാരം പിടിക്കാനായിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടില്ല. ഞാനൊന്ന് വർത്താനം പറയുമ്പോൾ സമയം കിട്ടില്ല വെച്ചാൽ 2-3 കപ്പ എടുത്ത് വെച്ചേക്കാം. നമ്മൾ ഈ തിരുത കഴിക്കുമ്പോഴേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വയറ് ഭാഗം കണ്ട, ഈ വയറ് ഭാഗം കഴിച്ച് നോക്കണം. മീനിൻ്റെ ടേസ്റ്റും അതിൻ്റെ മീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വയറൊന്നാമതേ നല്ല സോഫ്റ്റ് ആയിരിക്കും. 1 കിലോ മേലുള്ള മീനാണല്ലോ, അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വയറിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിന്നണം. കിടില നാടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മീനുകളും ഈ അത് ജീവിക്കണ സ്ഥലവും അത് കഴിക്കണ ഫുഡുമായിട്ട് നല്ല ബന്ധമുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരുത മേടിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തിരുത നിങ്ങൾ ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് കഴിക്കേണ്ട മീനാണ് തിരുത. തിരുത കഴിക്കാനായിട്ട് മുമ്പ് ഫോട്ടോ വെച്ച് സൈഡ് ചെന്ന് കഴിഞ്ഞാൽ തിരുത കിട്ടില്ല മുമ്പ്. അത് തന്നെ തിരുതനെ ഫാമിങ് ചെയ്യുന്നിടത്ത് നിന്ന് വാങ്ങണേക്കാളും നല്ലത് കായലുകളിൽ നിന്ന് ഈ കമ്പാവലയിലൊക്കെ കിട്ടുന്ന മീനുകളുണ്ട്. അപ്പോൾ അത് ചെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല ക്ലിയർ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. ഈ വയറ് തിന്ന് നോക്കിയാൽ കപ്പ ഈ വയറ് തിന്ന് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ്, ആ വയറ് തിന്ന് നോക്കിയാൽ അധികം വയറുണ്ട്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് തിരുതേനെ മേടിച്ചൊരു 500 മേടിച്ച് നമ്മുടെ ഇതിനകത്ത് ഇടണമെന്ന് വിചാരിക്കുന്നതാണ്. അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്യേണ്ടി വരും. 500 ആകുമ്പോൾ ഫീഡ് ചെയ്യേണ്ടി വരികയല്ലോ. അതെ, വളർന്ന് കിട്ടാൻ പണിയായിരിക്കും, അതാണ് പാട്. അല്ല നമ്മുടെ തിരുത് വളർന്ന് കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ്. ടാറ്റ.